ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ NSS ആരുടെയും പക്ഷം പിടിക്കില്ലെങ്കിലും ശശി തരൂർ ഡൽഹി നായരല്ല, അസൽ നായർ തന്നെയാണെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത്. സമദൂരമാണ് സംഘടനയുടെ നിലപാടെന്നാണ് സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപം NSS തുടങ്ങിയ പത്മ കഫേയുടെ ഉദ്ഘാടന വേദി അക്ഷരാർത്ഥത്തിൽ പരോക്ഷ രാഷ്ട്രീയ സൂചനകളുടെ വേദിയായി മാറി. തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ചടങ്ങിൽ പങ്കെടുത്തു. സംഘാടകർ വലിയ പ്രാധാന്യമാണ് ചടങ്ങിൽ ശശി തരൂരിന് നൽകിയത്. ഒരു തരത്തിലും വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നതൊന്നും NSS ചെയ്യില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞുവെങ്കിലും പരോക്ഷമായി ശശി തരൂരിനൊപ്പമാണ് NSSൻ്റെ മനസ്സെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചടങ്ങിൽ സുകുമാരൻ നായർ തരൂരിനെ പുകഴ്ത്തി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ശശി തരൂർ ഡൽഹി നായരല്ലെന്നും അസൽ നായരാണെന്നും സുകുമാരൻ നായർ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് നേരത്തെ പറഞ്ഞതല്ലേ. മുമ്പ് ഡൽഹി നായർ എന്ന് വിളിച്ചതിനെ പരാമർശിച്ചാണ് പറയുന്നതെന്ന് മുട്ടാതർക്കം പറയുന്നുണ്ടെങ്കിലും NSSൻ്റെ നിലപാടാണ് സുകുമാരൻ നായർ പറഞ്ഞു വച്ചത്. അന്ന് എനിക്കുണ്ടായ ഒരു ധാരണ പിശക് ഞാൻ തിരുത്തിയിട്ടുണ്ട്. അസൽ നായരാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തെ യോഗത്തിന് വിളിച്ചത്. NSSന് രാഷ്ട്രീയമില്ല. ഈ തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം. അതിന് ജാതിയോ മതമോ ഇല്ല. ഇതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന ഭരണങ്ങളെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. NSS ഈ തെരഞ്ഞെടുപ്പിൽ CPMനെയോ കോൺഗ്രസിനെയോ BJPയെയോ പരസ്യമായി എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല. എന്നാൽ ഇതിനിടയിലും തരൂരിനെ പുകഴ്ത്തിയത് താഴെത്തട്ടിൽ ചർച്ചയാക്കാനാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. ഏതായാലും തീപാർന്ന പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.